മുത്തശ്ശി, അവൻ സംശയത്തോടെ വിളിച്ചു. നമ്മുടെ കുഞ്ഞ് പാവമല്ലായിരുന്നോ മോനെ? അങ്ങനെ പാവ ഒരു കുഞ്ഞിനെ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കി അവനെ പിന്നെ കൊല്ലാതെ എന്താ ചെയ്യേണ്ടത് മോനെ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ട് എല്ലാവർക്കും വിഷമമായി. ഉടനെ തന്നെ സിദ്ധുവിൻ്റെ ഫ്രണ്ടായ അനന്തകൃഷ്ണന്റെ നമ്പർ കണ്ടുപിടിച്ച് അവനെ വിവരം അറിയിക്കണമെന്ന് തോന്നി. അന്ന് രാത്രിയിൽ പല ചിന്തയിൽ ഇളകി മറിഞ്ഞ മനസ്സുമായി കിടക്കുകയാണ് ഷെറിൻ. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ആരുടെയോ കോള് വന്നത്. ഈ രാത്രിയിൽ ഇതാരായിരിക്കുമെന്നുള്ള സംശയത്തിൽ അവൾ ഫോണിലേക്ക് നോക്കി. റിനോഷ് എന്ന് കണ്ടതും അവളിലൊരു പകപ്പുണ്ടായി. അവൻ എന്തിനായിരിക്കും ഇപ്പോൾ ഈ സമയത്ത് വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ കോൾ എടുത്തു. നീ ഉറങ്ങിയിരുന്നോ? അവൻ്റെ കുഴഞ്ഞൊരു ശബ്ദം. മദ്യപിച്ചിട്ടാണ് അവൻ വിളിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഇല്ല, അവൾ മറുപടി പറഞ്ഞു. നിത നിത അവിടെ ഇല്ലേ? ഈ സമയത്ത് അവൻ വിളിക്കുന്നത് കൊണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ല, അവൻ മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി. എവിടെ പോയി? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിനക്ക് പീരീഡ്സ് അല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് വരായിരുന്നു. ഞാൻ നിനക്കൊരു വണ്ടർഫുൾ നൈറ്റ് ഒരുക്കി തന്നേനെ. അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. ആ ആ ആ അവളൊന്ന് മൂളി. ഷെറിൻ, എനിക്കൊരാഗ്രഹം. അത് നീ സാധിച്ചു തരണം. അവൻ പറഞ്ഞതും അത് എന്തായിരിക്കുമെന്നുള്ള സംശയം അവളിലുണ്ടായി. എന്താ? അവൾ ചോദിച്ചു. എനിക്ക് അമ്മുവിനെ വേണം. അവൻ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. എന്താ പറഞ്ഞേ? കേട്ടത് സത്യമാണോ എന്നറിയാൻ അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് സിദ്ധുവിൻ്റെ ഭാര്യയും നിന്റെ ഭാവി നാത്തൂനുമായ അമ്മുവിനെ ഒരു ദിവസത്തേക്ക് വേണമെന്ന്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. എനിക്ക് വല്ലാത്തൊരാഗ്രഹം. ഇന്ന് വരെ കണ്ടതുപോലെയുള്ള പെണ്ണല്ല അവള്. ഷീസ് അമേസിങ്. ആ ശരീരവടിവും ഒതുങ്ങിയ മാറിടങ്ങളും ഒക്കെ എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തോന്നിയൊരാഗ്രഹമാണ് എനിക്കൊരു ദിവസത്തേക്ക് അവളെ വേണമെന്നുള്ളത്. അവനിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു. അതിന് അവൾ സമ്മതിക്കുമോ? അവൾ പേടിയോട് ചോദിച്ചു. ഐ നോ, അവൾ സമ്മതിക്കില്ല. അതിന് നീയല്ലല്ലോ അവള്. അവൻ അവളെ കളിയാക്കി. അത് കേട്ടതും അവൾക്കാകെ വല്ലായ്മ തോന്നി. ഞാൻ എത്രമാത്രം തരം താഴ്ന്നവളാണെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നീ അവളെ കൊണ്ടുവരണം എൻ്റെ അടുത്തേക്ക്. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. അവൻ കുടിലമായ ചിരിയോടെ പറഞ്ഞു. ഇല്ല, ഞാനത് ചെയ്യില്ല. അവസാനം സിദ്ധിയെ ഇല്ലാതാക്കിയതുപോലെ നിനക്ക് അവളെ ഇല്ലാതാക്കാനല്ലേ? അവൾ തിരികെ ചോദിച്ചു. അത് തീരുമാനിക്കേണ്ടത് അവളാ. പിന്നെ ജീവിക്കണോ മരിക്കണോ എന്ന് അവൾക്ക് സ്വയം തീരുമാനിക്കാം. എനിക്കൊരു ബാധ്യതയാകുമെന്ന് തോന്നിയാൽ ഞാൻ തന്നെ അവളെ ഇല്ലാതാക്കും. പിന്നെ അവളും അവനും തമ്മിൽ ഇപ്പോൾ ഒരു ചേർച്ചയില്ലാതിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൾക്കും അതിനൊക്കെ ആഗ്രഹം കാണില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെയ്യില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ചെയ്യും ഷെറിൻ. നീയല്ലാതെ ആരാ എനിക്ക് വേണ്ടി അത് ചെയ്യുന്നത്? അവൻ വീണ്ടും ചിരിച്ചു. ഇല്ല, എനിക്കതിന് പറ്റില്ല. ഞാൻ ചെയ്യില്ല. നീ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു. അവളുടെ കൂടെ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല റിനോഷ്. അവളും പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നിന്നു. നീ ഫോൺ കട്ട് ചെയ്യാതെ ആ മെസ്സേജ് ഒന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മെസ്സേജ് നോക്കി. അവളുടെ കുറച്ച് നഗ്ന ഫോട്ടോസ് അയച്ചതായിരുന്നു അവൻ. റിനോഷ്, യു? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. യാ, റിനോഷ് തന്നെ. എങ്ങനെയുണ്ട് മോളുടെ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടോ? അവൻ കുടിലമായി ചിരിച്ചു. റിനോഷ്, അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇപ്പോൾ ഈ ഫോട്ടോസ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ബട്ട് നീ ഇതെനിക്ക് വേണ്ടി ചെയ്തു തന്നില്ലെങ്കിൽ ഇത് പല സൈറ്റിലും നീ അധികം വൈകാതെ കാണും. അവൻ പറഞ്ഞതും അവൾ ഞെട്ടിപ്പോയി. റിനോഷ്, നോ. അവൾ കെഞ്ചി. നീ മറ്റൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും കള്ളം പറഞ്ഞ് നീ അമ്മുവിനെ എൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിക്കണം. നീ അവളുടെ ആങ്ങൾ അശ്വിനുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാലോ. അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞു. അവൾക്ക് എന്ത് തിരികെ അവനോട് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ ഒന്നും മിണ്ടാതിരുന്നു. എന്തു പറയുന്നു? നിനക്ക് നിന്റെ ലൈഫ് സേഫ് ആക്കണോ? അത് ഭാവി നാത്തൂനെ വേണോ? അവൻ വീണ്ടും ചോദിച്ചു. എനിക്കൊന്ന് ആലോചിക്കണം. അവൾ പറഞ്ഞു. ഓക്കെ, ഞാൻ നിനക്ക് 1/2 മണിക്കൂർ സമയം തരാം. ആലോചിക്ക്, എന്നിട്ട് വിളിക്ക്. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളിക്കൊണ്ട് ഫോൺ വെച്ചു. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസിലേക്ക് അവൾ വീണ്ടും നോക്കി. അത് കാണവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്തിനായിരുന്നു താനിതൊക്കെ ചെയ്തു കൂട്ടിയത്? അവനോട് തോന്നിയ വെറുമൊരു താല്പര്യം. വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊരു പെൺകുട്ടി അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും താൻ ആ കുട്ടിയെ ചതിക്കാൻ കൂടെ നിന്നു. വെറും കാമം മാത്രമാണ് അവനുള്ളതെന്ന് അറിഞ്ഞിട്ടും താൻ അതിന് നിന്നുകൊടുത്തു, തൻ്റെ സുഖതാല്പര്യങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് അവസാനം താനിത് നേടി. ദേ, ഇപ്പോൾ തൻ്റെ ഫോട്ടോസ് വെച്ച് അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നാലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിച്ചു. അമ്മു, അവളെ എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ എൻ്റെ ജീവിതം നശിപ്പിക്കും. പിന്നെ തനിക്ക് അതിൽ നിന്നും കരകയറാൻ സാധ്യമല്ല. സ്വയം ചിന്തിച്ചുകൊണ്ട് അവൾ ഫോണെടുത്തു. എന്താ, ആലോചിച്ചോ? കോൾ എടുത്ത പാടെ അവൻ ചോദിച്ചു. ഞാൻ കൊണ്ടുവരാം. അമ്മുവിനെ നിന്റെ ഫ്ലാറ്റിലേക്ക് ഞാൻ കൊണ്ടുവരാം. പക്ഷെ നീ എനിക്കൊരു ഉറപ്പ് തരണം. എന്താ, നിന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യണമെന്നാണോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എൻ്റെ എൻ്റെ ജീവിതം നീ നശിപ്പിക്കരുത് പ്ലീസ്, അവൾ ദയനീയമായി പറഞ്ഞു. അമ്മുവിനെ കൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ നിന്റെ ഫോട്ടോസ് എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആകും, ഷുവർ. അവനും പറഞ്ഞു.
ഉറപ്പാണോ? അവൾ വീണ്ടും ചോദിച്ചു. റിനോഷിന് ഒറ്റ വാക്കിയുള്ളൂ, ഡാം ഷ്യൂർ. അവൻ ഉറപ്പോട് പറഞ്ഞതും അവളൊന്ന് മൂളി. ഓക്കെ, എന്നാണെന്ന് പറഞ്ഞാൽ മതി. അമ്മുവുമായിട്ട് ഞാൻ എത്തിയിരിക്കും. അവളും ഉറപ്പോടെ പറഞ്ഞതും അവൻ്റെ തന്ത്രം വിജയിച്ചതുപോലെ അവൻ ചിരിച്ചു. മുത്തശ്ശിക്ക് കാലിൽ തൈലവുമിട്ട് സിദ്ധിയുടെ കാര്യവും മറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും അമ്മുവും കൂടി. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ ആരായിരിക്കുമെന്നുള്ള സംശയത്താൽ അവൾ ഫോൺ എടുത്തു. ഹലോ, ആരാ? അമ്മു ചോദിച്ചു. അമ്മു, ഞാൻ ഷെറിനാണ്, അശ്വിൻ്റെ ഫ്രണ്ട്. ഷെറിൻ അവൾക്ക് വേണ്ടി മറുപടി നൽകി. ഷെറിനാണെന്ന് കേട്ടതും അമ്മുവിന് സംശയം തോന്നി. അതിൻ്റെ കൂടെ സിദ്ധിയുടെ മരണത്തിന് പിന്നിൽ അശ്വിനാണെന്ന് സിദ്ധുവിനോട് ഇവൾ കള്ളം പറഞ്ഞെന്ന് സിദ്ധുവും അശ്വിനും പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് ഷെറിനോട് ചെറിയ ദേഷ്യമുണ്ടായിരുന്നു. അവളാണെന്ന് പറഞ്ഞതും അമ്മു മുത്തശ്ശിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്താ ചേച്ചി, എന്തിനാ വിളിച്ചത്? അവൾ സംശയത്തോടെ ചോദിച്ചു. അതമ്മോ, എനിക്ക് അമ്മുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്ന് നേരിട്ട് കാണാൻ വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഷെറിൻ അവൾക്ക് മറുപടി നൽകി. അതെന്തിനാ ചേച്ചി എന്നെ നേരിട്ട് കാണുന്നത്? ചേട്ടായെ കണ്ടാൽ പോരെ? എന്നോട് ചേച്ചിക്ക് എന്താ സംസാരിക്കാനുള്ളത്? അവൾ വീണ്ടും ചോദിച്ചു. അത് എനിക്ക് അമ്മുവിനോട് സംസാരിക്കാനുള്ളത് കൊണ്ടല്ലേ അമ്മുവിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് ഞാൻ അമ്മുവിനെ വിളിച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് അശ്വിനെ വിളിച്ച് സംസാരിച്ചാൽ പോരായിരുന്നോ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ അമ്മുവിനെ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാ. അമ്മുവിന് വരാൻ പറ്റുമോ? ഷെറിൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് ഞാൻ ചേട്ടായിയോടും അത് ഞാൻ ചേട്ടായിയോട് ചോദിച്ചിട്ട് പറയാം. ചേട്ടായിയോടും അഭിയേട്ടനോടും ഒന്ന് പറയാൻ വന്നപ്പോഴാണ് അവൾ റിനോഷിനെ പറ്റി ഓർത്തത്. ഇപ്പോഴും ഷെറിന് അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സിദ്ധുവുമായിട്ട് അവൾ തെറ്റി നിൽക്കുകയല്ലെന്ന് അവൾക്ക് മനസ്സിലായാലോ എന്ന് കരുതി അവൾ പെട്ടെന്ന് പറയാൻ വന്നത് നിർത്തി. അതമ്മു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമ്മുവിനോട് മാത്രം സംസാരിക്കാനുള്ള കാര്യമാണെന്ന്. തൽക്കാലം അവനൊന്നും അറിയണ്ട. അതുകൊണ്ടാണ് ഞാൻ അമ്മുവിനെ പേഴ്സണലി വിളിച്ച് സംസാരിക്കുന്നത്. അമ്മുവിൻ്റെയും സിദ്ധു സാറിൻ്റെയും ഒക്കെ ജീവിതം ഇല്ലാതായി പോകാൻ പോവുകയാണ്. ഷെറിൻ പെട്ടെന്ന് തന്നെ അവളോട് പറഞ്ഞു. എൻ്റെ ജീവിതം ഇനി എന്തില്ലാതായി പോകാനാണെന്നാ? എല്ലാം അവസാനിച്ചില്ലേ ചേച്ചി? ഇപ്പോൾ ഒരു റൂമിൽ താമസിക്കുന്ന വെറും 2 ആൾക്കാർ മാത്രമാണ് ഞാനും അഭിയേട്ടനും. അയ്യോ, അതെന്ത് പറ്റി? ഷെറിൻ സംശയത്തോട് ചോദിച്ചു. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ചേച്ചിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അത് ഫോണിൽ കൂടി പറയാൻ പറ്റില്ല, നേരിട്ട് തന്നെ കാണണം. അതുകൊണ്ടാണ് ഞാൻ അമ്മുവിനെ കാണണമെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത് അവർ രണ്ടുപേരും അറിയാനും പാടില്ല. എങ്കിൽ മാത്രമേ എനിക്ക് അമ്മുവിനോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഷെറിൻ അവളോട് പറഞ്ഞു. അതെന്താ അവർ രണ്ടുപേരും അറിയണ്ടെന്ന് ചേച്ചി പറയുന്നത്? അവൾ സംശയത്തോട് ചോദിച്ചു. അതങ്ങനെയാമോ? അമ്മുവിന് ഞാനിപ്പോൾ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ എല്ലാം കേട്ട് കഴിയുമ്പോൾ അമ്മ മനസ്സിലാക്കും. വീണ്ടും ഷെറിൻ പറഞ്ഞതും അമ്മുവിന് സംശയമായി. അവൾ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് അമ്മുവിന് തോന്നി. പക്ഷെ എന്നാലും അശ്വിനോടും അഭിയോടും പറയാതെ എങ്ങനെയാണ് അവളുടെ അടുത്തേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കുകയായിരുന്നു അമ്മു. ശരി, ഞാൻ എവിടെയാണ് വരേണ്ടത്? അവൾ സംശയത്തോട് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞാനവിടെ കാണും. അവൾ വീണ്ടും പറഞ്ഞു. അതെന്താ ഫ്ലാറ്റിൻ്റെ പുറത്ത് വെച്ച് കണ്ടാൽ പോരെ? വീണ്ടും അമ്മു സംശയത്തോടെ ചോദിച്ചു. ഇല്ല അമ്മു, അത് പുറത്തു വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞത്. അവിടെയാകുമ്പോൾ സേഫ് ആയിരിക്കും. ശത്രുക്കൾ ചുറ്റിനുമുണ്ട്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഷെറിൻ പറഞ്ഞതും അമ്മുവിന് വീണ്ടും സംശയമായി. ശത്രുക്കളോ? അവൾ വീണ്ടും ചോദിച്ചു. അതെ അമ്മു, കൂടെ നിൽക്കുന്ന ആരെയും വിശ്വസിക്കേണ്ട അമ്മു. ഷെറിൻ അവളെ വിശ്വസിപ്പിക്കാൻ രീതിയിൽ പറഞ്ഞു. അത് കേട്ടതും എന്തായിരിക്കും എന്നുള്ള ഡൗട്ടായിരുന്നു അമ്മുവിന്. തന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. വഴിയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മു വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആരാ മോളെ വിളിച്ചത്? അവൾ മാറിപ്പോയി സംസാരിച്ചിട്ട് വന്നത് കണ്ടത് മുത്തശ്ശി സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് മുത്തശ്ശിക്ക് അറിയില്ല, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ ചിരിച്ചുകൊണ്ട് അവർക്ക് മറുപടി നൽകിയതും അവരും പുഞ്ചിരിച്ചു. മുത്തശ്ശി, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ, എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വരുന്നുണ്ട്, അതിനാ വിളിച്ചത് അവൾ ചോദിച്ചു. അതെന്തിനാ മോളെ ഇപ്പം പുറത്തേക്ക് പോകുന്നത്? സിദ്ധുവിൻ്റെ കൂടെയല്ലേ മോൾ സാധാരണ പോകുന്നത്? സിദ്ധു വന്നിട്ട് മോളെ കൊണ്ടുപോകും, ഒറ്റയ്ക്ക് പോകണ്ട, അവർ മറുപടി പറഞ്ഞു. ഇവിടെ അടുത്താ മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. ഏട്ടനെ വൈകിട്ടല്ലേ ഓഫീസിൽ നിന്ന് വരെയുള്ളൂ, അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തിരികെ എത്തിക്കോളാം. അവൾ അവരെ നോക്കി മറുപടി നൽകി. എന്നാലും മോളെ ഒറ്റയ്ക്ക് പോണോ? അവർ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒറ്റയ്ക്ക് പോവാം മുത്തശ്ശി, അതാ നല്ലത്. സിദ്ധുവേട്ടൻ്റെ കൂടെ പോയാൽ വഴി വെച്ചാൽ റിനോഷി കണ്ട പ്രശ്നമാകും. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ പ്രശ്നമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗം സേഫ് ആക്കണം. ഒരു കാരണവശാലും അയാൾക്ക് സംശയം തോന്നാൻ പാടില്ല എന്ന് അവിയേട്ടൻ എന്നോട് പറഞ്ഞത്. അവൾ മുത്തശ്ശിയോട് മറുപടി പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. എന്നാലും മോൾ ഒറ്റയ്ക്ക് പോകണ്ട, എനിക്കിപ്പോൾ പേടിയാ മോളെ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അവർ അവളോട് ആവലാതിയോടെ പറഞ്ഞു. ഇല്ല മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ സ്ട്രോങ് അല്ലേ? അമ്മു അവരുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു. അവൾ അവരോട് പറഞ്ഞിട്ട് ഒരുങ്ങാനായി പോയി. ഷെറിൻ വിളിച്ച് പറഞ്ഞത് പ്രകാരം അവൾ ആ ഫ്ലാറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്നതും ആരെയും കണ്ടിരുന്നില്ല. ആരെയും കാണാഞ്ഞതും അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ഷെറിനെ വിളിച്ചു.
ഷെറിൻ ചേച്ചി എവിടെയാ? ഞാൻ ദേ ഫ്ലാറ്റിൻ്റെ മുൻപിലുണ്ട്. അവൾ സംശയത്തോട് ഷെറിനോട് പറഞ്ഞു. അമ്മു അവിടെ തന്നെ നിൽക്ക്, ഇപ്പോൾ ഡോറ് തുറക്കും. അവൾ പറഞ്ഞതും അമ്മു മൂളി. അവൾ വീണ്ടും കുറച്ച് സെക്കൻഡുകൾ കൂടി വാതിലിന് മുൻപിൽ നിന്നു. പെട്ടെന്നാണ് ഡോർ ആരോ തുറന്നത്. ഷെറിനായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അമ്മു മുൻപിലേക്ക് നോക്കി. എന്നാൽ മുൻപിൽ ചിരിയോടെ നിൽക്കുന്ന റിനോഷിനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. ചേട്ടനോ? ചേട്ടൻ എന്താ ഈ ഫ്ലാറ്റിൽ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവനെ മുൻപിൽ കണ്ടതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനോടും സിദ്ധുവിനോടും പറയാതെ വരാൻ തോന്നിയ സാഹചര്യത്തെ അവൾ പഴിച്ചു. ഷെറിൻ തന്നെ പറ്റിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. ആരിത്? അമ്മുവോ? അകത്തേക്ക് വാ. റിനോഷ് അറിയാത്ത ഭാവത്തിൽ അവളെ വിളിച്ചു. ഇവരെന്താ അറിയാത്ത ഭാവത്തിൽ സംസാരിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അമ്മുവിന്. അല്ല, ചേട്ടനെന്താ ഈ ഫ്ലാറ്റിൽ? അവൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇത് എൻ്റെ ഫ്ലാറ്റാ അമ്മു. അമ്മു എവിടെ വന്നതാ? അവൻ വീണ്ടും തിരികെ അവളോട് ചോദിച്ചു. അത് ഞാനൊരു ഫ്രണ്ട് വിളിച്ചിട്ട് വന്നതാ. ഫ്ലാറ്റ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ എങ്കിൽ. അവൾ അവനെ നോക്കി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും റിനോഷ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്കിട്ടു. അവൾ അകത്തേക്ക് നിലത്തേക്ക് ചെന്ന് വീണു. ചേട്ടൻ ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? അവൾ നിലത്തു നിന്നും എഴുന്നേറ്റ് കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു. ഹാ, പിടയ്ക്കാതമ്മോ, ഞാൻ പറയട്ടെ. എൻ്റെ ഫ്ലാറ്റിന് മുമ്പിൽ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോവാൻ നോക്കുവാണോ അമ്മു? അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എൻ്റെ ഇഷ്ടപ്രകാരം അല്ലാതെ ചേട്ടൻ എന്തിനാ ബലായിട്ട് എന്നെ ഫ്ലാറ്റിനകത്തേക്ക് കയറ്റിയത്? എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. എന്തിനാ അമ്മു വീട്ടിലേക്ക് പോകുന്നത്? സിദ്ധു നീയും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധമില്ല. അമ്മുവിന് ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? എത്രയാന്ന് വെച്ചാൽ ഒരേ റൂമിൽ അന്യയെപ്പോലെ ഇങ്ങനെ അമ്മു കഴിയുന്നത്? വിഷമിക്കേണ്ട, അമ്മുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലേക്ക് കൈകൾ വെച്ചു. അവൾ സംശയത്തോടെ അവൻ വെച്ചിരിക്കുന്ന കൈകളിലേക്ക് നോക്കി. പിന്നെ അവൻ്റെ മുഖത്തേക്കും. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. അത് കണ്ട് അമ്മുവിന് ദേഷ്യം തോന്നി. അവൻ്റെ മുഖം കാണുന്തോറും അവൾക്ക് അറപ്പും വെറുപ്പും തോന്നാൻ തുടങ്ങി. അതിനോടൊപ്പം വല്ലാത്ത ഭയവും. സിദ്ധുവിനോട് പറഞ്ഞിട്ട് വരാത്തതിൽ അവൾക്ക് സ്വയം ദേഷ്യം തോന്നാൻ തുടങ്ങി. വിട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിടാൻ! അവൾ അവനിൽ നിന്നും കുതിറി മാറാൻ ശ്രമിച്ചു. അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറാനായി ശ്രമിച്ചതും അവൻ അവളുടെ കവളിലേക്ക് ആഞ്ഞടിച്ചു. അവൾ നിലത്തേക്ക് ചെന്ന് വീണു.